പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. അനുദിനം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇഫ് യു ആർ കണക്റ്റഡ് വിത്ത് ജീസസ് യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഹെവൻ ഈസ് റിയൽ. സ്വർഗം റിയലാണ്. അതുപോലെ തന്നെ ഹെൽ ഈസ് ഓൾസോ റിയൽ. നരകവും റിയലാണ്. ദൈവവചനം പറയുകയാണ്, ഒരിക്കൽ മരണവും ഒരിക്കൽ ന്യായവിധിയും സർവ്വജനത്തിനും നിയമിച്ചിരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾസോ റിയൽ. ഒരിക്കൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നെങ്കിൽ, ഒരിക്കൽ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയേ മതിയാകത്തുള്ളൂ. ഞാൻ മരണത്തെക്കുറിച്ച് പറയാനല്ല രാവിലെ ഇരിക്കുന്നത്, ഞാൻ ജീവനെക്കുറിച്ച് പറയാൻ ഇരിക്കുന്നത്. ദൈവവചനം ഓർപ്പിക്കുകയാണ്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. പ്ലീസ്, എറ്റേണൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ഡേ ഉണ്ട്. പ്ലീസ്, ആ ന്യായവിധി ദിവസത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ധൈര്യം ഞാനും നിങ്ങളും കൂടെ ചേർന്ന് ദൂതന്മാരെ പോലും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്ലീസ്, അതാണ് ഒരു കർത്താവുമായിട്ട് കണക്റ്റഡായി ഈ ഭൂമിയിൽ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ധൈര്യം. യു വിൽ നെവർ പെരിഷ്. ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഈ ലോകത്തിലും നശിക്കത്തില്ല, വരാനുള്ള ലോകത്തിലും നശിക്കത്തില്ല. നോക്ക്, നിത്യജീവൻ കർത്താവ് എനിക്കും വേണ്ടി. അവർ യോഹന്നാന്റെ സുവിശേഷം 5 വാക്യമുണ്ട്, അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഹയർ ലൈഫാണ്. പലർക്കും ഈ ലോകത്തിൽ മരണത്തെ പേടിയാണ്. പക്ഷെ മരണം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് മരണത്തെ പലപ്പോഴും ഭയപ്പെടുന്നത്. മരണം ഒരു ഹയർ ലൈഫാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, എറ്റേണിറ്റിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ തുടർമാനമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദ വേസ് ടു പ്രോസ്പർ. നമ്മൾ ഈ ദിവസങ്ങളിൽ അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 5ാമത്തെ ഒരു കാര്യം ഇന്ന് പകൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റിപ്പന്റൻസ് ഇൻ എ ഡെയിലി ബേസിസ്. ദിനം പ്രതി ഉള്ളൊരു ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ദിനം പ്രതി മാനസാന്തരപ്പെടുക. നമ്മൾ ഒരിക്കലായി നമ്മൾ മാനസാന്തരപ്പെടുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി, അത് പുതിയതാക്കി. ഹി ഹാസ് മെയ്ഡ് us എ ന്യൂ ക്രിയേഷൻ. എന്നെ പുതിയൊരു സൃഷ്ടിയാക്കി എൻ്റെ കർത്താവ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ദിനം പ്രതി ഒരു ഡെയിലി ബേസിസ് റിപ്പന്റൻസ് എൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ആവശ്യമുണ്ട്. നോക്ക്, അത് എന്നെ നിങ്ങളെയും വലിയൊരു അനുഗ്രഹത്തിൽ കൊണ്ടുവന്നെത്തിക്കും. നമുക്കിന്ന് ദൈവവചനത്തിലേക്ക് നേരെ കടന്നു. വശിന, അതിനായിട്ട് നമുക്ക് 1 യോഹന്നാൻ 9 വാക്യം വായിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ പാപങ്ങളെ പോക്കിക്കളയുവാൻ ദിനംപ്രതി നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ, ഒരു തെറ്റ് നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് നീതിമാനായ ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ എന്ന് പറഞ്ഞ് എന്നും പാപം ചെയ്യാനല്ല. നമ്മൾ അറിയാതെ ഒരു പാപത്തിലാകപ്പെട്ടാൽ കുറ്റബോധത്തോടെ ജീവിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇങ്ങനെ എനിക്ക് കുറ്റബോധമുണ്ട് ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു. എന്നേക്ക് കുറ്റബോധം കൊണ്ടുവരുന്ന പിശാച. യഥാർത്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ അത് ഏറ്റുപറഞ്ഞ്, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞ് അതിന് ക്ഷമ ചോദിച്ചാൽ എന്നേക്കുമായി മറന്നു കളയാൻ കർത്താവ് നീതിമാനാണ്. അതിനെപ്പറ്റി ഡെയിലി തേങ്ങിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ യേശുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറ്റബോധത്തിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ആ കർത്താവിന്റെ സന്നിധിയിൽ അത് ദിനംപ്രതി ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നതിന് മുമ്പായി ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് എന്നും അതൊരു പതിവാക്കാനല്ല, എവിടെയെങ്കിലും നമുക്ക്. അതുകൊണ്ടല്ലേ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്, അല്ലേ? അതെ. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുന്നവന്, കരുണയുള്ളവന്. ഈ കാലത്ത് കർത്താവ് നമ്മളോട് ക്ഷമിച്ച് നോർത്ത് നോക്കി, നമ്മളെ ആ പാപത്തിലായിരുന്നപ്പോൾ തന്നെ നമ്മളോട് ക്ഷമിച്ച് നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ച ഒരു നല്ല പിതാവ്, നല്ലൊരു യേശു നമുക്കുണ്ട്.
ആ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. എന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ, അവിടെ പറയുകയാണ് ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസൻ. ഒന്ന്, മൈ ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. രണ്ട്, നീതിമാനാണ്. ഗോഡ് ഈസ് റൈച്ചസ്. അവൻ നീതിമാനായിരിക്കുന്ന പോലെ തന്നെ ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും കർത്താവ് നീതീകരിച്ചു. അതാ റോമർക്കെഴുതിയ ലേഖനം മുഴുവൻ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും നീതീകരിച്ചു. നീതിയുടെ വസ്ത്രം, ഒത്തിരി കുറവും വീഴ്ചയും ഉണ്ടായിരുന്നു, എന്നാൽ ഒരു വസ്ത്രം എന്റെ മേലെ ഇടുന്നത് പോലെ നോക്ക്, ആ നീതിയുടെ വസ്ത്രം എന്നെയും നിങ്ങളെയും ധരിപ്പിച്ചു. ഇവിടെ ദൈവം പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ, അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്ത എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദ വേ ടു പ്രോസ്പർ. എങ്ങനെ എന്റെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാം, എങ്ങനെ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എന്റെ ജീവിതത്തിൽ, അതിന്റെ ചില കീസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ കഴിഞ്ഞ 4-5 ദിവസത്തെ പ്രോഗ്രാമുകൾ നിങ്ങൾ കേട്ടാൽ മതി. ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇതുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഇതുണ്ട്. നിങ്ങൾ അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും അത് റിഫ്രഷ് ചെയ്യുന്നില്ല. സോ ഞാൻ നേരെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വരും. ഷിന അതിന്റെ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിന്റെ 4 മുതലൊന്ന് വായിച്ചു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നോക്ക്, യോഹന്നാൻ പറയാ, ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് ഇത് നിങ്ങളോട് എഴുതുന്നത്. പലരും നോക്ക്, ഈ പാപത്തിന്റെ ചേറ്റുകുഴിയിലൊക്കെ ആയിരിക്കുമ്പം നമുക്ക് ഭാരമാണ്, നമുക്ക് ഭയമാണ്, നമുക്ക് ഒരു നിരാശയാണ്, നമുക്ക് സന്തോഷം ലഭിക്കുന്നില്ല. നോക്ക്, ഈ പാപം ചെയ്യുമ്പം പാപം കൊണ്ടുവരുന്ന ഒരു താൽക്കാലിക സന്തോഷമുണ്ട്. അത് നിലനിൽക്കുന്നതല്ല. അതൊരിക്കലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഭാര, അയ്യോ ഞാനത് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചിന്തിച്ചല്ലോ, അതൊക്കെ ഓർത്ത് പിന്നെ കുറച്ച് കഴിയുമ്പം ഭാരമാണ്. എന്നാൽ ഇവിടെ ദൈവവചനം പുസ്തകനായ യോഹന്നാൻ പറയുക, ഞാനിത് സംസാരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. വചനം വായിക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാകുന്ന, അവനിൽ ഇരുട്ടില്ല, അത് ഞങ്ങൾ അവനോട് കേട്ട്. ദിസ് ഇസ് ഡയറക്റ്റ് ഫ്രം ഗോഡ്. അപ്പോസ്തലനായ യോഹന്നാൻ പറയുമ്പം ഇത് ദൈവത്തിൽ നിന്ന് ഞങ്ങൾ അവനോട് കേട്ടതാണ്. എന്റെ ഒരു ആലോചന പറയുകയല്ല, എന്റെ ഒരു അറിവും ബോധ്യവും ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ അവനോട് കേട്ടിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നാ കേട്ടിട്ട് സംസാരിക്കുന്നേ? അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. അപ്പം കൂട്ടായ്മ ഉണ്ടെന്ന് നമ്മള് യേശു പക്ഷമാണെന്ന് നമ്മൾ പറയുന്നു. ഞാൻ കർത്താവ് എനിക്കുണ്ടെന്നും ഇത് കർത്താവിനോട് കൂടെയാണ് നടക്കുന്നതെന്നും പറയുകയും ഞാൻ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ എനിക്ക് അവനോട് കൂട്ടായ്മയില്ല, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ഏറ്റു പറയുന്നു എങ്കിൽ, അപ്പം ഈ റിപ്പന്റൻസ് ഓൺ ഡെയിലി ബേസിസ് ആണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യം. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ദിനം പ്രതി മരിക്കുകയാണ്, ഞാൻ ഐ റിപ്പന്റ് ഡെയിലി. ഒരു ഡെയിലി റിപ്പന്റൻസ് ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ഒന്ന് താഴ്ത്തി ഒന്ന് ഏൽപ്പിച്ച്, കർത്താവെ എന്തെങ്കിലും എന്റെ വാക്കിലോ എന്റെ വിചാരത്തിലോ എന്റെ ചിന്തകളിലോ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് വീഴ്ച വന്നെങ്കിൽ ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം. നമ്മള് വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 22 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും എന്റെ വിശ്വസ്തത വലിയതുമാണ്. അത് രാവിലെ തോറും, അപ്പൊ ഓരോ ദിവസവും നോക്ക്, അത് രാവിലെ തോറും, അത് ഡേ ബൈ ഡേ എന്ത് ചെയ്യും? എന്നെ റിന്യൂ ചെയ്യും. ഡേ ബൈ ഡേ എന്നെ പുതുക്കം കൊണ്ടുവരും. അവന്റെ കരുണ, ദൈവജനം പറയുകയാണ്, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. പ്രൈസ്. ചിലരൊക്കെ പറയും, സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇനി കർത്താവിന് എന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഞാൻ വീണുപോയി. ഇല്ല, നിങ്ങൾക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇത് നമ്മളൊരു കൃപാകാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിലേക്ക് മടക്കി എന്ത് ചെയ്യണം? സമർപ്പിച്ചു കൊടുക്കണം. ഇതൊരു ഡെയിലി, ഇവിടെ ദൈവവചനം പറയുകയാണ്, അത് രാവിലെ തോറും പുതിയത്. എവറി ഡേ ഇസ് എ ന്യൂ. നമ്മൾ പറയുമല്ലേ, എവറി ഡേ ഇസ് എ ന്യൂ ഡേ. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം. ഇന്ന് ഞാൻ സന്തോഷിക്കും. എന്തുകൊണ്ടാണ്? ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. കർത്താവ് എന്നെ കേൾക്കുന്നു, കർത്താവ് എന്നെ അറിയുന്നു. എനിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് എനിക്ക് ഓടി, എനിക്ക്
അടുത്ത് ചെല്ലാം. അതിനുള്ള പ്രാഗൽഭ്യം എനിക്ക് ഉണ്ട്. ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിനോട് കൂട്ടവകാശിയുമാണ്. ഒന്നിനും എനിക്ക് കുറവ് വരത്തില്ല. എന്നെ തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. ഇന്നും കർത്താവ് കരുണയുണ്ട്. ഇന്നും കർത്താവിന് എന്നോട് നിങ്ങളോട് കൃപ തനിക്ക് കൃപ തോന്നേണ്ടവരോട് തനിക്ക് കൃപ തോന്നുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ പ്രൈസ് കർത്താവിന് എന്നോട് നിങ്ങളോട് കരുണയുണ്ട്. കർത്താവിന് കൃപയുണ്ട്. അത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കഴിഞ്ഞു പോകത്തില്ല. അത് വെച്ചുകൊണ്ടിരിക്കാനല്ല കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. അനേകർ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്ക്, ഈ നമ്മുടെ സങ്കീർത്തനം മനോഹരമായ ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം അതിന്റെ 32 അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1 വാക്യം മുതലൊന്ന് വായിച്ചേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നോക്ക്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ അവർ ഭാഗ്യവാൻ. ദാവീദ് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു. കണ്ടോ, ഞാൻ മിണ്ടാതിരുന്ന വെൻ ഐ ഡിഡ്ന്റ് റിപ്പന്റ്, ഞാൻ മാനസാന്തരപ്പെടാതെ ഇരുന്നപ്പോൾ അവിടെ ദൈവവചനം പറയുകയാണ്, ഞാൻ മിണ്ടാതിരുന്ന നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ എന്ത് ചെയ്തു, ക്ഷയിച്ചു പോയി. ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദാവീദ് പറയുകയാണ്, മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാനസാന്തരപ്പെടാതിരുന്നപ്പം എന്റെ അസ്ഥികൾ എന്ത് ചെയ്തു, ഉണങ്ങിപ്പോയി. എനിക്ക് ബലം കുറഞ്ഞു, എനിക്ക് ശക്തി കുറഞ്ഞു. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ. നോക്ക്, ഈ ചില സമയത്തുണ്ടല്ലോ നമ്മള് മാനസാന്തരപ്പെടാതെ ഇരുന്നാൽ, കർത്താവിനോട് ഏറ്റു പറയാതിരുന്ന, ഈ ദൈവസന്നിധി പോയി നിൽക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു ഭാരം പോലെ, അല്ലേ, ഒരു ഹെവിനെസ് പോലെ. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നു, അവരോട് നിരപ്പ് പ്രാപിച്ചില്ല, അവരോടൊരു സോറി പറഞ്ഞില്ല, എന്തോ ഒരു വലിയ കല്ലെടുത്ത് ചങ്കിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞാനിതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചും ഞാൻ കടന്നുപോയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. നോക്ക്, ഇവിടെ നോക്ക്, വീണ്ടും താൻ മാനസാന്തരപ്പെടുക. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. കണ്ടോ, ഏറ്റു പറഞ്ഞപ്പം ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവമക്കളോടെല്ലാം പറയാം, ഒന്നും വെച്ചുകൊണ്ടിരിക്കുക. ഡോണ്ട് ക്യാരി എനി ഹെവിനെസ്, ഡോണ്ട് ക്യാരി എനി ബേർഡൻ. ഒരു ഭാരവും ഒരു പാപവും എന്ത് ചെയ്യരുത്, വെച്ചുകൊണ്ടിരിക്കരുത്. വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് സമാധാനം കൊണ്ടുവരത്തില്ല, അത് നമ്മളുടെ സന്തോഷം കെടുത്തിക്കളയുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യരുത്, ഈ ഭാരവും ഒന്നും ആരോടും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അത് കർത്താവിന്റെ സന്നിധി. നമുക്കൊരു സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം, നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്കുണ്ട്. ആ കർത്താവിന്റെ സന്നിധിയിലോട്ട് ചെന്ന് ആ കർത്താവിന്റെ സന്നിധിയിൽ അതൊന്ന് ഏറ്റു പറഞ്ഞ് അതൊന്ന് ഉപേക്ഷിച്ച് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. റിപ്പന്റ് ആൻഡ് ടേൺ എന്ന. റിപ്പന്റ് ചെയ്താൽ മാത്രം പോരാ, അതിൽ നിന്ന് എന്ത് ചെയ്യണം, തിരിയണം. ചില വീഴ്ചകളും കുറവുകളും വരാത്ത ആരും ഈ ലോകത്തിലില്ല. പക്ഷേ ഒരു വീഴ്ച വന്നെങ്കിൽ, ഒരു കുറവ് വന്നെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ട് ആൻഡ് യു ഹാവ് ടു ടേൺ, അതിൽ നിന്ന് ഒന്ന് തിരിയണം. ഇനിയും കർത്താവെ എനിക്കത് വേണ്ട, ഇനിയും എനിക്ക് ആ സന്തോഷം വേണ്ട. ആ ടെമ്പററി ലോകം തരുന്ന ആ സന്തോഷമുണ്ട്. ദൈവം തരുന്ന സന്തോഷം നിലനിൽക്കുന്നതാണ്. ദൈവം തരുന്ന സന്തോഷത്തിന് നോക്ക്, വേദന ഒരിക്കലും വരത്തില്ല. നോക്ക്, ആ ലോകത്തിന്റെ സന്തോഷം വേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ടേൺ ചെയ്യണം. ദൈവവചനം പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ, എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ, ടൈം ഓഫ് റിസ്റ്റോറേഷൻ. ഇന്ന് ആരോടോ പറയുക, ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്ന് വിട്ടുകളഞ്ഞ് ഒരു ക്രമീകരണം വരുത്തിയാൽ യു വിൽ സീ മൈറ്റി റിസ്റ്റോറേഷൻ ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ യഥാസ്ഥാനപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. പലരും ചോദിക്കും, വൈ ഞാൻ കർത്താവിന്റെ കൂടെ നടക്കുന്നു, വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ് ഐ എം നോട്ട് ഗെറ്റിംഗ് ബ്ലെസ്ഡ്. അനേകർ അനുഗ്രഹിക്കപ്പെടുന്നതും അനേകരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നതും ഞാൻ കാണാറുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്താണ് ഇത് കാണാത്തതെന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രൈസ്, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇന്ന് ആ ക്രമീകരണം ഒന്ന് വരുത്തിയാൽ മതി. ആ ക്രമീകരണം വരുത്തിയാൽ തന്നെ
പ്രൈസ് വലിയ എക്സലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാനിടയാകും. പ്രൈസ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴാണ് പറയുന്നത്, നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട്, ആ മാനസാന്തരപ്പെട്ട് അങ്ങോട്ട് തിരിഞ്ഞ് യു ഹാവ് ടു ടേൺ അവേ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എവിടെയാ വീഴ്ച, എവിടെയാ ക്രമീകരണം വരുത്താനുള്ളതെന്ന് നമുക്കറിയാം. മറ്റാരും നമ്മൾ പറഞ്ഞു തരണ്ട. അപ്പൊ തന്നെ ഒരു വ്യക്തി എനിക്കുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് എന്നെ എന്ത് ചെയ്യും? കുത്തും, എന്നെ പ്രിക്കുകയും. ചിലരിങ്ങനെ പറയും, അയ്യോ ദൈവദാസൻ ഒരിക്കലും കുത്തിയതല്ല. നോക്ക്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് ആ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ കുത്തുകൊണ്ടപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, ഞങ്ങൾ എന്നാ ചെയ്യണം അല്ലേ? എന്നെ പത്രോസ് പറയുന്ന വാക്കെന്നാ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ മാനസാന്തരപ്പെടണം. സോ റിപ്പന്റൻസ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് കീ. അതൊരു ഡേ ടു ഡേ ബേസിസിൽ ഓരോ ദിവസവും ഒന്നും വെച്ചോണ്ട് കിടന്നുറങ്ങരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒന്നും വെക്കരുത്. ആ കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ അങ്ങ് പോയാൽ നമുക്കറിയാം ഒന്നുമില്ല. ഐ ക്യാരി നോ ഹെവിനെസ്. എനിക്കറിയാം ഒരു ബേർഡനും ഒരു ഹെവിനെസ്സും ഒന്നും കൊണ്ട് നടക്കാതെ പ്രൈസ് മാനസാന്തരപ്പെട്ട് അങ്ങോട്ട് പോയിക്കേ. പ്രൈസ് ഒന്നുമില്ല. ഇന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. എനിക്ക് ഒന്നുമില്ല, ആരോടും ഒന്നുമില്ല, ഒരു ബേർഡനും ഇല്ല. ഞാൻ പറയാനുള്ളതെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞ് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഉപേക്ഷിച്ചു. എന്റെ സന്തോഷം എന്ത് ചെയ്യും? പൂർണ്ണമാകും. ഈ ദൈവവചനം നോക്ക്, ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്ത പുസ്തകം 7:14 പറയുകയാണ്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം. ദേശത്തിന് പോലും, നിങ്ങൾ നിൽക്കുന്ന ദേശം, നിങ്ങൾ നിൽക്കുന്ന പട്ടണം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം, നിങ്ങൾ ചെയ്യുന്ന ഒക്കെയും അനുഗ്രഹിക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, റിപ്പന്റ്. നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരും. ഹീലിംഗ് ദ ലാൻഡ്. കർത്താവ് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ദേശത്തെ പോലും എന്റെ കർത്താവ് സൗഖ്യമാക്കാൻ മതിയായവനാണ്. നിങ്ങൾ ഒരാളുണ്ടെങ്കിൽ യോന പോയി നിനവേ പട്ടണത്തിൽ മുഴുവൻ പ്രസംഗിച്ചു. അവര് രട്ടിലും വെണ്ണീരിലും ഇരുന്നു. അവർ മാനസാന്തരപ്പെട്ടു അല്ലേ? യോനായ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഇത്രയും കഷ്ടമൊക്കെ അനുഭവിച്ച് തിമിംഗലത്തിന്റെ വയറ്റിലും കിടന്ന് തിരിഞ്ഞോടിയൊക്കെ കറങ്ങി അടിച്ച് വന്ന ദൈവത്തിന്, അതാ ദൈവത്തിന്റെ കരുണ. അതാ ലാമിനേഷൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. അത് ദൈവത്തിന്റെ കരുണ, അതെപ്പോഴും നിൽക്കുന്ന കരുണയാണ്. നോക്ക്, അവന്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് അസാധാരണമായ ധൈര്യം വരും, എനിക്ക് അസാധാരണമായ ബലം വരും. അനേകർക്ക് ഭയമാ ദൈവത്തിന്റെ അടുത്ത് വരാൻ ഭയം. നോക്ക്, ദൈവം ശിക്ഷിക്കോ? ദൈവം ശിക്ഷിക്കത്തില്ല, ദൈവം രക്ഷിക്കും. എന്റെ കർത്താവിന്റെ ആ ഓഫീസിൽ നിന്ന് കർത്താവ് മാറിയിരുന്നു കേട്ടോ. ഇത് കൃപാകാലമാണ്. തന്റെ അടുത്ത് വരുന്ന എല്ലാവരെയും രക്ഷിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കരം നീട്ടി എന്നെ കർത്താവ് പിടിച്ചിരിക്കുകയാണ്. മകളെ എന്ന് വിളിച്ച് കർത്താവ് നിൽക്കുകയാണ്. നിന്റെ കുറവുകളെ ഒന്നും കർത്താവ് നോക്കുന്നില്ല. ആ കുറവുകളിൽ എന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവാണ്. പക്ഷെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ സീറ്റ് മാറിയിരിക്കുന്ന ഒരു ദിവസമുണ്ട്, ന്യായവിധി ദിവസമുണ്ട്. അന്ന് കർത്താവ് ജഡ്ജ്മെന്റ് ത്രോണിലോട്ട് എന്റെ കർത്താവ് കയറിയിരിക്കും. ന്യായാസനത്തിന്റെ സിംഹാസനത്തിലേക്ക് എന്റെ കർത്താവ് കയറിയിരിക്കും. ആ ദിവസം വരെ ഈ ഭൂമി ഞാൻ ആയിരിക്കുമ്പോൾ റിപ്പന്റ് ആൻഡ് ടേൺ, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞോ, ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. എവറി ഏരിയ ഓഫ് യുവർ ലൈഫ്. ഞാൻ ഉറപ്പോടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചറിഞ്ഞതുമായ ആ കർത്താവിൽ നിന്ന് ധൈര്യത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് എവിടെയെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, ജീവിതത്തിൽ ക്രമീകരണം വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ അത് പിന്തുടരുന്നത് നിങ്ങൾ കാണും. റിപ്പന്റ്. നോക്ക്, വെയിറ്റ് ടു പ്രോസ്പർ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടണം, എല്ലാവർക്കും നന്മ വേണം,
എല്ലാ വീട്ടിലും നന്മ. ഇത് നമ്മുടെ ആഗ്രഹമല്ലേ? നമ്മുടെ വീട്ടിൽ സമാധാനം വേണം, നമുക്ക് സന്തോഷം വേണം. ഇത് നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും 800 കോടി ജനത്തിന്റെയും ആഗ്രഹമാണ്. പ്ലീസ്, നമുക്ക് സമാധാനവും സന്തോഷവും വേണം. ഇതിന് വേറെ വഴികളൊന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവെ, യേശുവേ എന്ന് വിളിച്ച് പ്ലീസ്, എന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നമ്മൾ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ അസത്യവാദിയാണ്, നിങ്ങളിൽ സത്യമില്ല. നോക്ക്, നിങ്ങളിൽ സത്യമില്ല. ഉണ്ടെന്നേ, ചിലതുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്കറിയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാ. ഹി റിഡീംഡ് മീ. എന്റെ പാടും ചുവപ്പായിരുന്ന മുഴുവൻ പാപത്തെയും അവൻ എന്ത് ചെയ്തു? കഴുകിക്കളഞ്ഞു. എന്റെ പാപം എവിടെയാ കഴുകിക്കളഞ്ഞത്? കാൽവറി ക്രൂശിൽ ഞാൻ പാപം ചെയ്യുന്നതിന് മുമ്പേ എന്റെ പാപം കഴുകിക്കളഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യണം? അത് ഞാൻ അപ്ലൈ ചെയ്യണം എന്റെ ജീവിതത്തിൽ. കർത്താവിന്റെ രക്തം എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അത് എന്റെ പാപമോചനം എന്ത് ചെയ്യണം? ഞാൻ സീക്ക് ചെയ്യണം. ഐ ഹാവ് ടു സീക്ക് ഫ്രം ഹിം. ആ കർത്താവിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? അത് പ്രാപിക്കണം. കർത്താവെ, എനിക്ക് വീഴ്ചയുണ്ട്, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, അങ്ങനെയൊന്നും കർത്താവിന് നമ്മുടെ എല്ലാം അറിയാം. നമ്മുടെ ചിന്തകൾ പോലും, നോക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ പോലും അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ ചിന്തകൾ പോലും കഴിഞ്ഞ 1 മണിക്കൂർ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നുപോയ മുഴുവൻ കാര്യങ്ങളും എന്റെ കർത്താവിന് ഒരു സ്കാനിങ് മെഷീനെ കിടക്കുന്നത് പോലെ എന്റെ മനസ്സ് കിടക്കുക എന്റെ കർത്താവിനെ അറിയാം. സോ പ്രൈസ് ദി ലോർഡ്. ഒന്ന് നമുക്ക് സ്വയം നീതീകരിക്കാൻ നമുക്കില്ല. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അങ്ങോട്ടങ്ങ് പറഞ്ഞ് ഒന്ന് റിപ്പന്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതം ഏറ്റവും ബ്ലെസ്ഡ് ആകുന്നത് കാണും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 26-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് വായിക്കാം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. നമുക്ക് മാനസാന്തരത്തിന് യോഗ്യമായ, ഇപ്പൊ മാനസാന്തരത്തിന് എന്നാ ഉണ്ട്? ഫ്രൂട്ടുണ്ട്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അതിന് ഒരു ഫലമുണ്ട്. ഞാൻ മാനസാന്തരപ്പെട്ടു, എനിക്ക് സമാധാനം മാത്രമല്ല, അതിനൊരു ഫലമുണ്ട്. സ്നാപക യോഹന്നാൻ, നോക്ക്, മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന് 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, മാനസാന്തരത്തിന് ഒത്ത ഫലം കായ്പി. അപ്പൊ അതിനെന്തുണ്ട്? ഫ്രൂട്ടുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. അപ്പൊ മാനസാന്തരത്തിന് എന്നും ഫലമുണ്ട്. ഇന്ന് മാനസാന്തരപ്പെട്ടാൽ ഇന്നൊരത്ഭുതമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് ഒരിക്കലും ഒന്നും കർത്താവ് ലേറ്റ് ആയിട്ട് ചെയ്യത്തില്ല, ഒരിക്കലും എന്റെ കർത്താവ് ഏർലി ആയിട്ടും ഒന്നും ചെയ്യത്തില്ല. ഈ റിപ്പന്റ് ചെയ്തോ അതിന്റെ അകത്ത് നന്മ കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ റിപ്പന്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നോക്കിയേ, ചിലർ പറയും, ഈ ചിലർക്ക് ഈ എന്നെ പറഞ്ഞാലും കൊണ്ട് റിപ്പന്റ് ചെയ്യാൻ ഭയങ്കര പാട്. റിപ്പന്റ് ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? ഒന്ന്, എന്റെ മനസ്സ് ഹാർഡൻഡ് ആകും, എന്റെ മനസ്സ് കഠിനപ്പെടാൻ തുടങ്ങും. പിന്നെ നമുക്ക് പാപം ചെയ്യാൻ എന്തില്ല, നമുക്ക് മടിയില്ല. നമ്മൾ റിപ്പന്റ് ആയില്ലെങ്കിൽ ഒന്നാമത് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് ഹാർഡൻഡ് ആകാൻ തുടങ്ങും. രണ്ട് നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് സന്തോഷം പോകും. നമുക്ക് ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട്, മീറ്റിങ്ങിന് യോഗത്തിനൊക്കെ ഞാൻ പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും ഞാൻ പോയിട്ട് എനിക്ക് എന്നാ കിട്ടി? നോക്ക്, അങ്ങനെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അവര് റിപ്പന്റ് ചെയ്തില്ല, അവര് അൺകംഫർട്ടബിൾ ആണ്, നോട്ട് കംഫർട്ടബിൾ. അവരുടെ നോക്ക്, ഇത് റിപ്പന്റൻസ് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഒന്ന് ഹാർഡൻഡ് ആവും, അൺകംഫർട്ടബിൾ. മൂന്നാമത്തെ ഒരു കാര്യം, വി വിൽ മൂവ് അവേ ഫ്രം ഗോഡ്. കർത്താവിൽ നിന്ന് നമ്മൾ കണ്ടമാനം അകന്നു പോകാൻ, റിലേഷൻ ബിക്കംസ് വീക്കർ. എന്റെ ആ ബന്ധമുണ്ടല്ലോ, യേശുവായിട്ടുള്ള ആ ബന്ധമുണ്ടല്ലോ. പണ്ടൊക്കെ എനിക്ക് കർത്താവിന്റെ ശബ്ദം വളരെ ഈസി ആയിട്ട് കേൾക്കാമായിരുന്നു. ഇന്ന് കർത്താവ് ശബ്ദിക്കാത്തത് കൊണ്ടല്ല, ഞാൻ അകന്നു നിൽക്കുന്നതുകൊണ്ടാണ്. പണ്ടൊക്കെ ചിലർ പറയും, പണ്ടൊക്കെ ബ്രദറെ അങ്ങോട്ട് പെട്ടെന്നായിരുന്നു വിടുതൽ, ഇപ്പൊ പെട്ടെന്ന് ഇല്ല, തോന്നല. എന്റെ കർത്താവ് ചെയ്യാത്തത് കൊണ്ടല്ല, എന്റെ റിസീവിങ് എൻഡ് വീക്കായി. നിങ്ങളുടെ റിസീവിങ് എൻഡ് വീക്കാകാൻ സമ്മതിക്കരുത്.
ഇതിന്റെ എല്ലാം കീ റിപ്പന്റൻസ് ആണ്. റിപ്പന്റന്റ്. എനിക്ക് ഒത്തിരി വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇന്ന് ചില കാര്യങ്ങളിൽ വിടുന്നു എങ്കിൽ ഇറ്റ്സ് എ വേ ടു പ്രോസ്പെർ. റിപ്പന്റൻസ് ഓൺ എ ഡെയിലി ബേസിസ്. നീ ഒന്നുകൊണ്ട് നിർത്തുകയും ചെയ്യരുത്. ഓരോ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച്, രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സമർപ്പിച്ച്, കർത്താവ് എന്നെ സമർപ്പിക്കും. ആവശ്യമില്ലാത്ത ഓരോറ്റ കുടുക്കുകളിലും എന്നെ പോയി വീഴിക്കാൻ സമ്മതിക്കരുത്. യു ഷുഡ് ഗാഡ് മീ. നിന്റെ ഏഞ്ചൽസിനെ എനിക്ക് വേണ്ടി അയക്കണം. എന്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നിന്റെ ദൂതന്മാർ നിൽക്കണം. ആവശ്യമില്ലാത്ത ഒന്നൊരെണ്ണം എന്റെ നേരെ വരുന്നെങ്കിൽ അവൻ കട്ട് ചെയ്ത് കർത്താവ് ഇല്ല. വൈകുന്നേരം പ്രാർത്ഥിക്കുക, കർത്താവെ എവിടെയെങ്കിലും എന്റെ ജീവിതത്തിൽ വീഴ്ച വന്നു, ഐ എം റിയലി സോറി. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരും. ഏറ്റുപറയും. യേശുവിനെ കർത്താവും രക്ഷകനും എന്ന് എന്ത് ചെയ്തു? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും. ഏറ്റുപറയുമ്പോ ഉണ്ടല്ലോ, ദൈവത്തിനുള്ളതല്ല എന്റേതാവുക ചെയ്യുന്നത്. നമ്മൾ ഈ കല്യാണം നടത്തുമ്പോൾ ഈ വാക്ക് പറയില്ലല്ലേ, ഈ മണവാളന്റെ കൈ പിടിച്ചാൽ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്നൊരു വാക്ക് പറയും അല്ലേ? ആ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് ഒറ്റ വാക്ക് ഏറ്റു പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആ ഭർത്താവിനുള്ളതെല്ലാം, ഇന്നലെ വരെ 2 വീട്ടിൽ താമസിച്ചവരാ, പക്ഷേ ആ ഭർത്താവിനുള്ളതെല്ലാം ഇന്നു മുതൽ ആ ഭാര്യയുടെ ആയി തീരും. നിങ്ങൾ ഈ ചിലർക്ക് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മളൊരിക്കലും കർത്താവിനേക്കാൾ വലിയ ആൾക്കാരാകരുത്. കർത്താവിനെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ സ്വീകരിച്ച് എന്തെങ്കിലും നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പിന്നിൽ ഒരുപാടാണ്. ഫലം കായ്ക്കുമെന്ന്, മാനസാന്തരത്തിന്റെ ഫലം കായ്പീൻ. അപ്പൊ സ്നാപക യോഹന്നാൻ പറയുകയാണ്, മാനസാന്തരത്തിന് ഫലം കായ്പീൻ. അതിന് ഫ്രൂട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഒന്ന് ഏൽപ്പിച്ച്, കർത്താവ് ഐ നീഡ് മോർ ഗ്രേസ്. എനിക്ക് അങ്ങനെ ഒരു ജീവിതം, എനിക്ക് ഡിസ്കണക്ട് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല. എന്റെ ഹൃദയം ഹാർഡൻഡായി പോകരുത്, കഠിനപ്പെടാൻ സമ്മതിക്കത്തില്ല. താങ്ക് യു. എനിക്ക് നിന്നിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, കർത്താവിൽ നിന്ന് ഡിസ്കണക്ട് ആകുമ്പം നമ്മൾ ശ്വാസം വലിക്കുമ്പം നമുക്ക് കിട്ടാത്തതുപോലെ അങ്ങനെ ആയിരിക്കണം ആ ഫീലിംഗ് ഉണ്ടാകും. നമ്മൾ ശ്വാസം വലിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തൊരു വെപ്രാളമായിരിക്കും അല്ലേ? അതുപോലെ ആയിരിക്കണം ഒരു കർത്താവിൽ നിന്ന് ഒരു എവേ ലൈഫിലോട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ പാളല് വരുമ്പം അങ്ങനെ ഒരു പാച്ചിലകത്ത് നമുക്ക് വരണം. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ അകത്ത് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും അറ്റൈൻ ചെയ്തെന്നല്ല പറയുന്നത്. ഐ എം ട്രൈങ്. ഞാൻ അതിലോട്ട് പ്രസ് ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ പിമ്പിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ളതിലേക്ക് ഞാനിത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് സംസാരിക്കുമ്പം ഇതെനിക്ക് അന്ന് അറ്റൈൻ ചെയ്യാവോ എന്ന് ഞാനും നോക്കുക. നിങ്ങൾ മാനസാന്തരപ്പെടുന്ന നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്, റെജി നീ മാനസാന്തരപ്പെടും. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ചിലപ്പോൾ ഞാൻ ഇത് തന്നെ നാളെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പല കാര്യങ്ങളും എടുത്തില്ല. തൊടാൻ പലരും പറഞ്ഞു രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന, അപ്പം ആ ബ്രദറെ കഴിയുന്നു അരമണിക്കൂർ കൊണ്ട് നിർത്തിയാൽ വളരെ അനുഗ്രഹമായിരുന്നു. പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്, ചിലപ്പോൾ ഒക്കെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന. സോ ഇന്ന് ഇവിടെ BBS ഒരു കാര്യം, ഇന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊരു കാര്യം, അതിഭയങ്കരമായ ചൂട് കൂടിയിരിക്കുക കേരളത്തിൽ അല്ലേ? നമുക്ക് ഇവനെ ഒന്ന് കുറച്ചാലോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഏലിയാവ് ദൈവവചനം യാക്കോബിന്റെ ലേഖനത്തിൽ പറയും, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. താൻ കൽപ്പിച്ചപ്പം 3 ആണ്ട് മഴ പെയ്തില്ല, പിന്നെ കൽപ്പിച്ചവൻ മഴ പെയ്തു. ഗൈസ്, നിങ്ങൾ ഏലിയാവിനെക്കാട്ടി വലിയവരാണോ നിങ്ങൾ ചെറിയവരാണോ? നമ്മൾ കർത്താവിന്റെ മക്കളാണ്. നമ്മൾ വീണ്ടും ജനിച്ച ദൈവവൈതലാണ്. ഏലിയാവ് വീണ്ടും ജനിച്ചതല്ല, അവര് ദൈവത്തിന്റെ ദാസന്മാരായിരുന്നു. എന്നാൽ വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. വീണ്ടും ജനിച്ചവരെ കുറിച്ച് പറയുകയാണ്. നോക്ക്, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് പറയും. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവൻ. സോ നിങ്ങൾക്ക് പ്രാഗൽഭ്യം, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു.
ചൂട് കുറയണം, ശക്തമായ മഴ അങ്ങോട്ട് പെയ്യണം, നമ്മുടെ അന്തരീക്ഷം തണുക്കണം. നടക്കും. നമുക്ക് നാളെ നമുക്ക് ടെസ്റ്റിമണി പറയണം. അതുപോലെ മഴ പെയ്തെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പം ഇടണം. ചൂട് കുറഞ്ഞെങ്കിൽ ഇന്ന് കുറയ്ക്കണമെന്നേ. നമ്മൾ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അന്തരീക്ഷം മാറും. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. വിഷയം പ്രാർത്ഥിച്ചേ. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അന്തരീക്ഷത്തിന്റെ മേൽ ഞങ്ങൾ അധികാരമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചൂട് കുറയട്ടെ, മഴ പെയ്യട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ. എല്ലാ പഠനങ്ങളും ചൂട് കൂടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് ചൂടിനെ കുറയ്ക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മഴയെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു യേശുവിന്റെ നാമത്തിൽ. മഴ പെയ്യട്ടെ. ഇന്ന് തന്നെ മഴ ദേശങ്ങളിൽ ഹല്ലേലൂയ പെയ്യട്ടെ. നിറഞ്ഞ് കവിയുന്നത് പോലെ ഒരു മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചൂട് കുറയട്ടെ, അന്തരീക്ഷം തണുക്കട്ടെ. ഹല്ലേലൂയ. അതുമൂലം വെള്ളമില്ലാത്തവർക്ക് വെള്ളം ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ. ഓരോരുത്തരെയും കർത്താവ് തൊടണമേ. ഇന്ന് കേട്ടതുപോലെ മാനസാന്തരപ്പെട്ട് തിരിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ ദേശത്തിൽ സൗഖ്യം വരുത്തണമേ. ഹല്ലേലൂയ. എല്ലാ ദാരിദ്ര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അസമാധാനങ്ങൾ വിട്ടുമാറട്ടെ. രോഗാവസ്ഥകൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ശരീരത്തിന്റെ മേൽ പൂർണ്ണാധികാരം ഞങ്ങൾ എടുക്കുന്ന കർത്താവേ. എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്ന കർത്താവേ. നിന്റെ കരം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. ഓരോ മക്കളെയും തൊടണമേ കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാനുള്ള ഏറിയ ഉണ്ടെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരുമെന്ന് ഞങ്ങൾ കേട്ടു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എല്ലാം ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇട്ടുകളയുകയാണ്. നോക്ക്, പാപമോചനം യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളത് വി ആർ റിസീവിങ് ഇറ്റ്. കർത്താവെ, ആ പാപമോചനം ഞങ്ങൾ റിസീവ് ചെയ്യുകയാണ്. കാൽവറി ക്രൂശിൽ വരുന്ന 2000 വർഷം മുമ്പ് ചൊരിഞ്ഞ അവിടുത്തെ രക്തത്താലുള്ള പാപമോചനം അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും യേശുവിൻ നാമത്തിൽ ബ്ലെസ്ഡ് ആകട്ടെ. മാനസാന്തരത്തിന് ഫലം കായ്പീൻ എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ലെറ്റ് ദം മൾട്ടിപ്ലൈ ഇൻ എവരി ഏരിയ. അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ഉയർച്ചകൾ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, വഴികൾ തുറക്കട്ടെ, വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ബിസിനസ്സുകൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടട്ടെ, മാനസികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ വലിയ നിറവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അന്തരീക്ഷത്തിലെ ചൂട് കുറയട്ടെ. ടെമ്പറേച്ചർ ഒരു 4 ഡിഗ്രി താഴോട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. മഴമേഘങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. യേശുവിൻ നാമത്തിൽ ശക്തമായ മഴ പെയ്യട്ടെ. അന്തരീക്ഷം തണുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വെള്ളമില്ലാത്തവർക്ക് വെള്ളം ലഭിക്കട്ടെ. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേസ് ടു പ്രോസ്പർ, അതാ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം. അതിന്റെ 5ാമത്തെ കീ ആണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. 5ാമത്തെ കീ റിപ്പന്റൻസ് ഓൺ എ ഡെയിലി ബേസിസ്. ഒരു ദിനം പ്രതി മാനസാന്തരപ്പെടുന്ന ഒരു അനുഭവം നോക്കിക്കേ. ആൻഡ് യു വിൽ സീ miracles upon miracles happening in your life. So God bless you. Have a wonderful day and share the video also. Video നിങ്ങൾ ഷെയർ ചെയ്യണം. Let it be a blessing to many people. അനേകർക്ക് അത് അനുഗ്രഹമാകട്ടെ. So God bless you and we will prosper together. നമ്മൾ ഒന്നിച്ച് അനുഗ്രഹം അനുഭവിക്കും. കർത്താവ് അനുഗ്രഹിക്കും.